നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാനെ ഇത്തരത്തിലുള്ള മന്തിയുടെയും ഷവായിയുടെയും ഒക്കെ മുന്നിലിരുത്തിക്കൊണ്ടുള്ള ഒരു വിഷു പോസ്റ്റർ ചേർത്തലയിലോ അല്ലെങ്കിൽ മലപ്പുറത്തോ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഇതാ ഇപ്പോൾ ബാംഗ്ലൂരിൽ നദാവി മന്തി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ ഇതേപോലെ ശ്രീകൃഷ്ണനെ ഒരു പോസ്റ്റർ, ശ്രീകൃഷ്ണൻ്റെ വിഷു പോസ്റ്റർ ഇത്തരത്തിൽ റെഡിയാക്കിയിരിക്കുകയാണ്. അവർ പോസ്റ്റർ ഇത്തരത്തിൽ പതിപ്പിച്ചിരിക്കുകയാണ്. കൃഷ്ണൻ മന്തിയുടെ മുന്നിലിരിക്കുന്ന ഒരു പോസ്റ്റർ തന്നെയാണ് ഇവിടെയും പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഒരു രാജ്യവ്യാപകമായിട്ടുള്ള ഇത്തരത്തിലൊരു തരംഗം തന്നെ ഇവർക്ക് സൃഷ്ടിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് തന്നെ കണക്കാക്കപ്പെടുന്നു. ബാംഗ്ലൂരിലെ ഇലക്ട്രോണിക് സിറ്റിയിലാണ് ഈ നദാവി മന്തി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഈ രീതിയിലുള്ള പോസ്റ്റർ ഡിസൈനുകൾ എത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതൊരിക്കലും ഒരു ലോക്കലായിട്ടുള്ളൊരു സംഭവമായിട്ട് കണക്കാക്കുവാൻ കഴിയില്ല. ഇതിനെ ലഘുവായിട്ട് കാണുവാനും പറ്റില്ല. ഇതൊരു ഗൂഢാലോചനയുടെ ഒരു ഭാഗം തന്നെയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇതിൻ്റെ പിന്നിലൊരു ഗ്രൂമിംഗ് ഗ്യാങ് ഉണ്ട് എന്ന് തന്നെയാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഒരു കാരണവശാലും ഇതൊരു കേവലം ഒരു മതനിന്ദയല്ല, അതിനപ്പുറം എന്തോ തരത്തിലുള്ള കാര്യങ്ങൾ ഒരുങ്ങുന്നതായിട്ടാണ് കണക്കാക്കുവാൻ കഴിയുന്നത്. കേവലം ഒരു മതനിന്ദയാണ് എങ്കിൽ ഇത് എവിടെയെങ്കിലും ഒരിടത്ത് ഒതുങ്ങി തീർത്തേനെ. അല്ലെങ്കിൽ എന്തിനാണ് ഈ രീതിയിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ പോസ്റ്ററുകൾ പതിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? ആരെങ്കിലും മാംസാഹാരം, അതായത് ഏതെങ്കിലും പന്നി മാംസത്തിൻ്റെ ഒരു പോസ്റ്റർ വെച്ചുകൊണ്ട് ഇസ്ലാം മതത്തിൻ്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കുമോ? ഒരിക്കലും അങ്ങനെ പാടില്ല, അങ്ങനെ ചെയ്യുവാനും പാടില്ല. അത് ആ രീതിയിൽ പോസ്റ്റർ തയ്യാറാക്കുമോ? ഇല്ല. അപ്പോൾ ആസൂത്രിതമായി ഇത് കണക്ക് കൂട്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. കാരണം കൃഷ്ണനെ ഒരിക്കലും മാംസാഹാരവുമായിട്ട് ഹിന്ദുക്കൾ ബന്ധിപ്പിക്കില്ല എന്ന തിരിച്ചറിവുണ്ടായിട്ടും ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ, ഡിസൈനുകൾ മെനയുന്നു എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ വലിയ രീതിയിലുള്ള ഗ്രൂമിംഗ് ഗ്യാങ്ങുകളുണ്ട്. നിങ്ങളുടെ ആചാരങ്ങളെ ഇതാ ഞങ്ങൾ ലംഘിച്ചിരിക്കുന്നു, നിങ്ങളുടെ ആചാരങ്ങൾ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഭഗവാന്റെ ശക്തി ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പലരെയും മതപരിവർത്തനം നടത്തുന്ന അവർക്ക് പിന്നിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ എത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ എന്തോ കാര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട്. ഇപ്പോൾ TCS സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്തുകയാണ്. എന്താണ് ഇപ്പോൾ TCSൽ നടന്നത്? TCSൽ നടന്നത് നിങ്ങളുടെ ആരാധ്യ ദൈവങ്ങളെ, അതായത് ഹിന്ദുക്കളുടെ ആരാധ്യ ദൈവങ്ങൾ ഇത്രയേ ഉള്ളൂ എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. അല്ലാതെ കേവലം ആദ്യം തന്നെ ചെന്ന പ്രണയക്കുരുക്കിലാക്കുകയോ മാത്രമല്ല അവിടെ ചെയ്തത്, മറിച്ച് ഹിന്ദു ദേവതാ സങ്കല്പങ്ങളെ അവഹേളിക്കുന്നതായിരുന്നു ആദ്യം ചെയ്തത്. ആദ്യത്തെ പദ്ധതി അങ്ങനെ തന്നെയായിരുന്നു. ഇത് എല്ലായിടത്തും ഇപ്പോൾ സക്കീർ നായിക് ഉൾപ്പെടെയുള്ള ആൾക്കാരെന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യം മറ്റ് ഇതര മതസ്ഥരുടെ ദേവതാ സങ്കല്പങ്ങളെ കണക്കിന് അധിക്ഷേപിക്കുക. ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാത്ത അവരുടെ മുന്നിൽ ഇയാൾ ഇങ്ങനെ ഘോരം ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക, അവരെ അപമാനിച്ചു കഴിയുമ്പോൾ അവർക്ക് തന്നെ ചിലപ്പോൾ ചിന്തിക്കും, ശരിയാണല്ലോ, ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് അത്ര ശരിയല്ലല്ലോ എന്ന് അവരുടെ യുക്തിയെ അവരുടെ ഉള്ളിലെ ഒരു മനപരിവർത്തനം സംഭവിക്കുവാൻ അല്ലെങ്കിൽ അവരെ ഹിപ്നോട്ടൈസ് ചെയ്യുവാനും സക്കീർ നായിക്കിനെ പോലുള്ള ആൾക്കാർക്ക് കഴിയുമായിരുന്നു. അത്തരമൊരു പദ്ധതി തന്നെയാണ് ഇതിലൂടെ ഒരുങ്ങുന്നത് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള വളരെ ശക്തമായൊരു അന്വേഷണം തന്നെ ആവശ്യമാണ്. അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിഞ്ഞത്. എന്നാൽ TCS വിഷയത്തിൽ വലിയ രീതിയിലുള്ളൊരു അന്വേഷണം, രാജ്യവ്യാപകമായൊരു അന്വേഷണം നടക്കുന്നുണ്ട്. കേരളത്തെ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും മന്തി വിഷയം കേവലം ഒരു മന്തി വിഷയം മാത്രമല്ല, അല്ലെങ്കിൽ കേരളത്തിലെ മാത്രം വിഷയമല്ല, രാജ്യവ്യാപകമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ ഈ രീതിയിൽ മന്തിയോ അല്ലെങ്കിൽ ഷവായോ മറ്റെന്തെങ്കിലും മാംസാഹാരമോ വച്ച് ഹിന്ദു ദേവതാ സങ്കല്പങ്ങളെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. എന്തായാലും അതിനെ വളരെ നിശിതമായി രൂക്ഷമായി വിമർശിക്കുക എന്ന് മാത്രമല്ല, അതിനെതിരെ കേസും ഹൈന്ദവ സംഘടനകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു സംഭവമായിട്ട് ലഘൂകരിച്ചത് കൊണ്ടല്ല. എന്തായാലും ഈ ഒരു ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കള്ളി വെളിച്ചത്ത് വരേണ്ടതുണ്ട്. അതിൻ്റെ ഉള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കേവലം ഒരു കേസെടുക്കൽ മാത്രമല്ല നടക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായ വിവരം കേന്ദ്രസേനയ്ക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്കുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അവരിതിനുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ്
ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.